സ്വലാത്ത സുബ്ഹി, സുബ്ഹി നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ അവനെ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. സുബ്ഹി നിസ്കരിച്ചാൽ, സുബ്ഹി ഖളാ ആകാതെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ വേറെ ഹദീസിൽ മൻ സല്ല സുബ്ഹ ഫീ ജമാഅ, സുബ്ഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്തത്തിലാണ്. فلا تغفر الله في ذمته فيكبك في النار على وجهك. അതുകൊണ്ട് സുബ്ഹി നിസ്കരിച്ച് നടക്കണ മനുഷ്യന്മാരെ പറ്റി ഗീബത്തും നമീമത്തും പറയാൻ നിൽക്കണ്ട, അവരെ ഇടങ്ങാറാക്കാൻ പോകണ്ട. അല്ലാഹു നിന്നെ മുഖം കുത്തി വലിച്ച് നരകത്തിലേക്ക് എറിയും. ഇത് പറഞ്ഞിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കലിമ ചൊല്ലി റാഹത്താണ് മരിച്ചത്. അവസാനം പറഞ്ഞ വാക്കുകൾ ഇതാണ്, സുബ്ഹി നിസ്കരിച്ചോളി. സുബ്ഹി റെഡിയായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് റെഡിയാവുക. മരിക്കാന്നൊക്കെ പറഞ്ഞ പേടിച്ചങ്ങനെ എണീറ്റ് പോയി ഒരു കാര്യം ചെയ്യാതിരുന്നിട്ട് എന്താ കാര്യം? നമ്മൾ ചെയ്യേണ്ട പണി. രണ്ട് സഹാബികളും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ നിസ്കാരത്തിന്റെ വിഷയമാണ്, സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞത്. ഇനി മറ്റ് ഉസ്മാൻ തങ്ങളുടെയും അലി തങ്ങളുടെയും സംഭവങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വല്ലപ്പോഴും പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒക്കെ പറയുന്ന വിഷയങ്ങൾ ഇതാണ്. നമ്മുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തെടുക്കാം. അല്ലാമ ഇഖ്ബാൽ അവസാനം പറഞ്ഞൊരു കവിത ഉണ്ട്. അദ്ദേഹം മരിക്കാൻ വേണ്ടി തൊട്ടു മുമ്പ് പറഞ്ഞു, നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം, നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം, ചൂ മർഗ് ആമദ് തബസ്സും ബർലബസ്. പേർഷ്യനിലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാനത്തെ ചില വാക്കുകളാണത്. അല്ലാമ ഇഖ്ബാൽ എന്നവരെ സംബന്ധിച്ചൊക്കെ നമ്മുടെ മൗലാന അൽ മർഹൂം അബുൽ ഹസൻ അലി അൽ ഹസനി അൻ നദ്വി റഹ്മഹുല്ലാഹ് അദ്ദേഹമൊക്കെ പറയുമ്പോൾ അല്ലാമ ഇഖ്ബാൽ എന്ന് പറഞ്ഞ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും. അബുൽ ഹസൻ നദ്വിയുടെ കിതാബിലൊക്കെ നോക്കിയാല് അസ്സയ്യിദ് അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. നമ്മൾ കാണുന്ന ഫോട്ടോ അതൊന്നും ആലോചിക്കും അദ്ദേഹത്തിന്റെ, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അദ്ദേഹം ഭയങ്കരമായൊരു ആത്മീയതയുടെ ഡെപ്തിലേക്ക് എത്തിയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അവസാന കാലം അങ്ങനെയായിരുന്നു. റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയും. അങ്ങനെ അത്രയും കാര്യപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ പറയുള്ളൂ, റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു തആല അവരെ നമ്മളൊക്കെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞു, നിശാനെ മർദ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം. ആരാ മുഅ്മിൻ? ആരാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ? ആരാന്നറിയോ? ബാച്ചു ഗോയം, shall I tell you? ഞാൻ നിനക്ക് പറഞ്ഞുതരട്ടെ. പേർഷ്യനാണ് ഈ വാക്കുകൾ. നിശാനെ മർദ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം. ബാച്ചു, ഞാൻ നിനക്ക് ഗോയം ഞാൻ പറഞ്ഞു തരട്ടെയോ? ചൂ, എന്തെന്നാൽ മർഗ് ആമദ്, മരണം വന്നെത്തുമ്പോൾ, തബസ്സും, പുഞ്ചിരി, ബർലബസ്, ചുണ്ടിൽ ഉണ്ടായിരിക്കും. മരിക്കുമ്പോൾ ആരുടെ ചുണ്ടിലാണോ പുഞ്ചിരിയുള്ളത് അവനാ മുഅ്മിൻ. അല്ലാത്തൊരു ബേജാറായിട്ട് മരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ നേരത്തെ പുഞ്ചിരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളൊക്കെ ഉസ്താദ്മാരൊക്കെ എപ്പോഴും പാടുന്ന ഒരു കവിത ഉണ്ടല്ലോ, കുട്ടിയുടെ ജനനവും മരണവും സംബന്ധിച്ച്. അങ്ങനെയാണ്, വലദത്ക ഉമ്മുക യബ്ന ആദമ ബാകിയാ വന്നാസു ഹൗലുക യദ്ഹകൂന സുറൂറാ. ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا فاجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. أو منشا ولدتك أمك أمنا പ്രസവിച്ചപ്പോൾ ബാക്കിയ നീ കരയായിരുന്നു. വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ, നിന്റെ ചുറ്റുള്ള ആളുകൾ ഓ മാഷാ അല്ലാഹ് കുട്ടിയാണോ പെണ്ണാണോ എത്ര കിലോ ഉണ്ട് ഇതൊക്കെ നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ചുറ്റുള്ള ആൾക്കാരെ നല്ല സന്തോഷത്തിൽ ചിരിക്കുകയായിരുന്നു. നീ വന്നപ്പോ കരഞ്ഞിട്ടാ വന്നത്. നമുക്ക് ആർക്കെയും വരാൻ പറ്റില്ല, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. കരഞ്ഞിട്ടില്ലെങ്കിൽ വിഷമാണ്. കുറച്ചുവരെ കുട്ടി കരഞ്ഞിട്ടില്ല, കുട്ടിക്ക് സംസാരത്തിന് പ്രശ്നമുണ്ടോ, കുട്ടിക്ക് ബ്രെയിനിന് തകരാറുണ്ടോ? അങ്ങനെ കുട്ടിയുടെ ആ കരച്ചിൽ ഭയങ്കര ഒരു അടയാളമാണ്, ആശ്വാസത്തിന്റെ കരച്ചിലാണത്. നീ കരയായിരുന്നു, എല്ലാവരും ചിരിക്കായിരുന്നു. മാഷാ അല്ലാഹ്. എന്നിങ്ങനെ സുഖപ്രസവം, പെണ്ണുങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുള്ള വാക്കാണത്. എന്ത് സുഖപ്രസവം എന്നൊക്കെ നമ്മൾ സിസേറിയൻ അല്ലെങ്കിൽ നമ്മൾ സുഖപ്രസവം എന്നാ പറയാ. അള്ളാഹു അതൊക്കെ സഹോദരിമാർക്ക് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രസവിച്ചു, എല്ലാവരും സന്തോഷിക്കുകയാണ്, കുട്ടി കരയായിരുന്നു. ഫജ്ഹദ് ലിനഫ്സി, ഇനിയൊരു സമയം വരും നിന്റെ ചുറ്റുള്ള ആൾക്കാർ കരയും.
അപ്പൊ ചിരിക്കാൻ നോക്കിക്കോ. കുറച്ച് അധ്വാനിച്ചോ. ശരീരത്തിന്റെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ മാറ്റി വെക്കണോ. ഉറങ്ങാൻ ആർക്കാ ഇഷ്ടമില്ലാത്ത? എഴുന്നേറ്റ് നിസ്കരിക്ക്. പൈസ ഉണ്ടാക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്ത? നീ സ്വതക്ക കൊടുക്ക്, സക്കാത്ത് കൊടുക്ക്. പട്ടിണി അടക്കാൻ ആർക്കാ ഇഷ്ടം? നീ നോമ്പ് നോർക്ക് അല്ലാഹുവിന് വേണ്ടിയിട്ട്, അല്ലേ? നിന്റെ ശരീരത്തിന്റെ ഇഷ്ടത്തോട് എതിര് ചെയ്തിട്ട് കുറച്ച് അധ്വാനിച്ചോ. നീ മരിക്കാൻ പോകുന്ന നേരത്ത് ഇവരൊക്കെ ചുറ്റും കൂടി കരയാൻ നിൽക്കുമ്പോൾ അന്നേരം ചിരിക്കാനുള്ള വകയുണ്ടാക്കിക്കോ. എന്താണ് ആ വാക്കൊക്കെ? മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ആണ് ലോക ചരിത്രത്തിൽ സ്വന്തം കഫം കൂടെ പുതച്ചുകൊണ്ട് മരിച്ച മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു. കിതാബ് ഇഹ്യ ഉണ്ടാക്കിയിട്ടില്ലേ, ഇഹ്യാ ഉലൂമുദ്ദീൻ. കാദൽ ഇഹ്യാ വ യകൂന ഖുർആന എന്നൊക്കെ ഉലമാ പറഞ്ഞ ഭയങ്കരമായ കിതാബ്. നമ്മുടെ ഫിഖഹിന്റെ അടിസ്ഥാനങ്ങളിൽ അടിസ്ഥാനം ഇമാം അൽ ഗസാലി തങ്ങളുടെ കിതാബുകളാണ്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ അന്നൊരിക്കൽ അനുജനോട് പറഞ്ഞു, അഹ്മദ് ഇവരോട് പറഞ്ഞു, പോയിട്ട് 3 കഫം കൂടെ ഫ്രഷ് ഉണ്ട് വാങ്ങിച്ചു കൊണ്ടുപോവാ. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ മരണമൊക്കെ? അസുഖം വന്ന് കിടക്കുന്നല്ല, പക്ഷെ അവർക്ക് മനസ്സിലായി സമയമായിട്ടുണ്ട്. അനുജൻ ഇപ്പൊ കൊണ്ടുപോകുന്നു. അദ്ദേഹം കിബിലാക്ക് ഉവ്വൊക്കെ എടുത്തിട്ട് കിടക്കുകയാണ്. കിബിലയിലേക്ക് തിരിഞ്ഞു. സുബ്ഹാനല്ലാഹ്, തിരിഞ്ഞ് കട്ടിലൊക്കെ ലെവലാക്കിയിട്ട് കട്ടിൽ കിടന്നു. ആ ഡ്രസ്സ് ഇങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വസ്ത്രം എടുത്തിട്ടുണ്ട്, അതിന്റെ മേലെ ഒരു സിംബോളിക് എന്ന് പറയാം നമുക്ക്, അങ്ങനെ ഒരു സുബ്ഹാനല്ലാഹ്, ആ 3 തുണിയും ഒരുമിച്ച് വെച്ച് കാലിന്റെ അടിയിൽ ചുരുട്ടി വെച്ച് തലന്റെ താഴെയും വെച്ചിട്ട് കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ചൊല്ലിയതാ അനുജൻ അഹ്മദ് എന്നവർ കേട്ടത്. പിന്നെ തുണി എടുത്ത് നോക്കുമ്പോൾ വഫാത്തായിട്ടുണ്ട്. ഇങ്ങനത്തെ മഹാനാണ് ഇമാം അൽ ഗസാലി റളിയല്ലാഹു.